ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 5 വരെയുള്ളത് നമ്മുടെ ഉദ്ഗ്രഥനം 1ാം ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണാത്തവർ ആ ലിങ്ക് കയറി കണ്ടു നോക്കുക കേട്ടോ. ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അല്ലെങ്കിൽ STD2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇതിവിടെ നോക്കൂ മക്കളെ. പ്രവർത്തനം 6 കടങ്കഥ. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കൂ. നമുക്കിവിടെ 4 കടങ്കഥകളും 4 ചിത്രങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങൾ എന്തൊക്കെയാണ് മക്കൾക്ക് ആദ്യം കണ്ടാൽ തന്നെ അറിയാം. ആദ്യം ഒരു ചേനയാണ്, രണ്ടാമത് മഴയാണ്, മൂന്നാമത്തേത് ചീരയാണ്, നാലാമത്തേത് വാഴക്കുലയാണ് അല്ലേ. ഇനി നമുക്ക് ഓരോ കടങ്കഥയും അതിന് വരുന്ന ഉത്തരം ഏതാണെന്ന് നോക്കിയാൽ മതിയാവും. ആദ്യത്തെ കടങ്കഥ നോക്കൂ. ആകാശത്ത് ഒരു പാട്ട്, മണ്ണിലൊരു തണുപ്പ്, ഇലകളിൽ നൃത്തം. എന്താണ്? മഴയാണ് ഉത്തരം. ആകാശത്തൊരു പാട്ട് എന്ന് പറയുമ്പോൾ ഇടിമിന്നലാണ് അല്ലേ. മണ്ണിലൊരു തണുപ്പ്, മഴ പെയ്യുമ്പോൾ മണ്ണിൽ തണുപ്പല്ലേ ഉണ്ടാവുക. ഇലകളിൽ നൃത്തം, മഴത്തുള്ളി ഇലകളിലേക്ക് വീഴുമ്പോൾ ഇലകൾ നൃത്തം ചെയ്യുന്ന പോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ മഴയാണ് ഉത്തരം. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. അതെന്താണ് ഉത്തരം? ചീരയാണ്. ചീര പിടിക്കുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ, അരിഞ്ഞു കഴിഞ്ഞാലോ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചീരയാണ് അതിനുത്തരം. അടിപാറ, നടുവടി, മേലെ കുട. അതിനുത്തരം ചേനയാണ്. ചേനയുടെ മണ്ണിനടിയിൽ ചേന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടാൽ പാറ പോലെ തോന്നും. പിന്നെ നടുവടി എന്ന് പറയുന്നത് ചേനയുടെ തണ്ടാണ്. മേലെ കുട എന്ന് പറയുന്നത് ചേനയുടെ ഇല കുട ചൂടി നിൽക്കുന്നത് പോലെയാണല്ലേ ഉള്ളത്. പിന്നെ 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. അത് വാഴക്കുലയാണ്. 1000 തത്തയ്ക്ക് ഒരു കൊക്ക് എന്ന് പറയുമ്പോൾ കണ്ടോ മക്കളെ, ഒരു കമ്പിലാണ് ഇത്രയും അധികം വാഴപ്പഴങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കടങ്കഥ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വാഴക്കുലയിലേക്ക് അത് വരച്ച് യോജിപ്പിക്കാം. ഇതിൽ തന്നെ ഈ പ്രവർത്തനത്തിൽ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. ഒരു കടങ്കഥ എഴുതണം, അതിനുത്തരം മഞ്ഞൾ വരണം. മണ്ണിനടിയിൽ പൊന്നമ്മ. അങ്ങനെ ഒരു കടങ്കഥയുണ്ട് മഞ്ഞളിനെ കുറിച്ച്. മണ്ണിനടിയിൽ പൊന്നമ്മ. മണ്ണിനടിയിൽ മഞ്ഞളിന്റെ നിറം അറിയാലോ, പൊന്നിന്റെ നിറമാണ്, സ്വർണത്തിന്റെ നിറമാണല്ലേ. അതുകൊണ്ടാണ് ഈ കടങ്കഥ അങ്ങനെ വന്നിട്ടുള്ളത്. പ്രവർത്തനം 7 ക്രമപ്പെടുത്താം. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. വളരെ എളുപ്പമാണ്. നോക്കിക്കേ, ആദ്യത്തെ ചിത്രങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് നോക്കൂ, കൊയ്ത്ത് ആണല്ലേ. നെല്ല് കൊയ്യുന്നതാണ് ചിത്രം തന്നിട്ടുള്ളത്. പിന്നെ അതിന് താഴെ കാള പൂട്ടുന്നത്, നിലമൊരുക്കുന്ന ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ വിത്ത് വിതയ്ക്കുന്ന ചിത്രം തന്നിട്ടുണ്ട് അവസാനത്തേത് അല്ലേ. പിന്നെ അതുപോലെ നെല്ല് മെതിക്കുന്ന ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ ഈ ചിത്രം ഏതാണ്? ഞാറ് നടുന്ന ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളായിട്ട് എഴുതാൻ പറ്റുന്നത്? കൃഷി ചെയ്യാൻ ആദ്യം നമ്മൾ നിലമൊരുക്കണം. അപ്പൊ നിലമൊരുക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം വരുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് വിതയ്ക്കണം. വിത്ത് വിതയ്ക്കുക എന്നാണ് 2ാം ഘട്ടം വരുന്നത്. പിന്നെ ഞാറ് നടണം, അതാണ് 3ാം ഘട്ടം വരുന്നത്. പിന്നെ നെല്ല് കൊയ്യണം, കൊയ്ത്ത് ആണ് 4ാം ഘട്ടം വരുന്നത്. പിന്നെ നെല്ലായ ശേഷം അരി എന്ത് ചെയ്യണം? നെല്ല് മെതിക്കണം, അതാണ് അവസാന ഘട്ടം വരുന്നത്. പ്രവർത്തനം 8 പ്രാധാന്യം അറിയാം. ചോദ്യം എ, വരച്ച് യോജിപ്പിക്കാം. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. നമുക്കിവിടെ ദിവസങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30. ഈ ഓരോ ദിവസത്തെ പ്രത്യേകതകൾ എന്താണെന്ന് മക്കൾക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, ഗാന്ധി ജയന്തി വരുന്നുണ്ട്, റിപ്പബ്ലിക് ദിനം വരുന്നുണ്ട്, രക്തസാക്ഷി ദിനം വരുന്നുണ്ട്, സ്വാതന്ത്ര്യ ദിനം വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ EVS-ൽ. അപ്പോൾ ഓഗസ്റ്റ് 15 ഇപ്പൊ കഴിഞ്ഞു പോയൊരു ദിവസമാണ്. ഏതാണ്? സ്വാതന്ത്ര്യ ദിനമാണ്. പിന്നെ ഒക്ടോബർ 2 നമുക്കറിയാം ഗാന്ധി ജയന്തി ദിനമാണ്. ജനുവരി 26 അതുപോലെ റിപ്പബ്ലിക് ദിനമാണ്. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. ഇതിലെ ചോദ്യം ബി, ചിത്രത്തിൽ ആര്? താഴെ കൊടുത്ത ചിത്രം നോക്കൂ. ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എഴുതുക. ആരെ മക്കളെ താഴെ തന്നിട്ടുള്ള ചിത്രത്തിലുള്ളത്? ജവഹർലാൽ നെഹ്റു ആണല്ലേ. ജവഹർലാൽ നെഹ്റു എന്നെഴുതാം.
ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേകതകളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാണ്? 1889 നവംബർ 14 നവംബർ 14 എന്ന് മാത്രം എഴുതിയാലും മതി കേട്ടോ. നവംബർ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. പ്രവർത്തനം 9 പോസ്റ്റർ തയ്യാറാക്കാം. ചോദ്യം എ, ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ. ചിത്രത്തിൽ എന്താ മക്കളെ കാണുന്നത്? ചപ്പുചവറുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നായയും കാക്കയും ഒക്കെ വന്നിട്ട് മാലിന്യങ്ങള് വൃത്തികേടാക്കി കിടക്കുന്ന സ്ഥലത്ത്, മാലിന്യങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ജീവികളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ചിത്രമൊക്കെയാണ് അല്ലേ തന്നിട്ടുള്ളത്. നമുക്കിതിന് പറ്റിയ ഒരു പോസ്റ്റർ വാക്യം എങ്ങനെ എഴുതാം? ചപ്പുചവറുകൾ കൂട്ടിയിടരുത്, പരിസരം വൃത്തിയായി സൂക്ഷിക്കൂ. ഇതൊരു പോസ്റ്റർ വാക്യമാണ്. നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാം. ഇതിൽ തന്നെയുള്ള ബി ചോദ്യം, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ്റ്റർ വാക്യം തയ്യാറാക്കി കൊടുക്കാം. ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. ജലം അമൂല്യമാണ്, അത് വൃത്തികേടാക്കരുത്. പ്രവർത്തനം 10 തൊഴിലുകൾ. ചോദ്യം എ, താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക. എളുപ്പമാണ്. ആദ്യത്തേത് അരിവാളാണ്, രണ്ടാമത്തേത് തൂമ്പയാണ്. ചോദ്യം ബി, ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക. നമുക്കിവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഡ്രൈവറാണ്. രണ്ടാമത്തേത് പോലീസാണ്. മൂന്നാമത്തേത് ഡോക്ടറാണ്. നാലാമത്തേത് ആശാരി അല്ലെങ്കിൽ മരപ്പണി എന്നെഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഉദ്ഗ്രഥനം 2ാം പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉദ്ഗ്രഥനം 1ാം പേപ്പറിലുള്ളതും ഒന്നുകൂടെ നോക്കി പോവണേ. അപ്പോൾ ശരി, നമുക്ക് 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങൾ വൈകാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്